ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അവനവനോട് തന്നെ നല്ല സ്നേഹമുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വയം ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റിലും നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അവർക്ക് ചില പ്രത്യേകതകളും കാണും. അവരെ കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് കാണും, ഇവരെങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ. മറ്റു പലർക്കും അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരിക്കും. എങ്കിലും അവരവരുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അവർക്കൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്. എന്താണ് ആ സീക്രട്ട്? അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണോ ആ സീക്രട്ട്? ഒരിക്കലും അല്ല. അവർക്ക് അവരെ നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം. അതാണ് ആ സീക്രട്ട്. അതൊരു ദിവസം കൊണ്ട് അവർ പഠിച്ചൊരു കാര്യമായിരിക്കില്ല. അവർ സമയമെടുത്ത് പഠിച്ച ഒരു കാര്യമാണ് എങ്ങനെ സ്വയം സ്നേഹിക്കണം എന്നുള്ളത്. അവർക്കെല്ലാം തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് അല്ല എന്നുള്ളത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളേക്കാൾ ബെറ്റർ ആവുക എന്നുള്ളതല്ല. പക്ഷേ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ, അവരോട് കരുണ കാണിക്കുന്നത് പോലെ, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ, അവർക്ക് വില കൊടുക്കുന്നത് പോലെ, കെയർ ചെയ്യുന്നത് പോലെ ഒക്കെയും അവനവനോടും ചെയ്യുന്നതാണ് ഈ സെൽഫ് ലവ്. സോ നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വളരെ സന്തോഷമുള്ള ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കാണുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് അവർ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇനി ഞാൻ പറയാൻ പോകുന്ന 8 കാര്യം ഉറപ്പായിട്ടും അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. സോ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു ഹാബിറ്റ്സ്? ഹാബിറ്റ് നമ്പർ 1, അവരോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. പല ആളുകളും ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പറയാത്ത പല കാര്യങ്ങളും അവനവനോട് പറയും. ഒരിക്കലും അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് നീ ഒട്ടും ശരിയല്ല, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് ഇങ്ങനെ സ്പോയിലായിപ്പോയി, അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവം തീരെ ശരിയല്ല, ഇങ്ങനെയുള്ള ഡയലോഗുകളൊന്നും പറയാൻ ആരും മുതിരില്ല. പക്ഷേ അവനവനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും. അവനവനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ ഇന്നർ വോയിസിനെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനോ വിഷമിപ്പിക്കാനോ സമ്മതിക്കാറില്ല. നമ്മളുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോകം മുഴുവനും എന്തു പറഞ്ഞാലും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ശബ്ദം നമ്മളോട് എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യം. ആ ഒരു വോയിസ് എപ്പോഴും ക്ലിയർ ആൻഡ് പോസിറ്റീവ് ആക്കി വെക്കാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവരുടെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുകയും പിന്നീട് കൂടുതൽ വളരാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവമായിരിക്കും ഇങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തിനോട് ഒരു തെറ്റ് പറ്റുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ ശരിയാക്കാം എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് അവർ സ്വയവും സംസാരിക്കാറുള്ളത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ തന്നെയായിരിക്കും. അവരാണ് അവരുടെ ഏറ്റവും ബിഗ് സപ്പോർട്ടർ. അവർക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ടിന് വേണ്ടി ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. കാരണം അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പില്ലർ എന്ന് പറയുന്നത് അവരുടെ ഈ ഇന്നർ വോയിസ് തന്നെയാണ്. രണ്ടാമതായിട്ട്, ഇങ്ങനെ ഹാപ്പിനെസ് ഉള്ള എല്ലാവർക്കും ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ട്. അവർ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ചില സമയത്ത് ജീവിതത്തിൽ നോ എന്ന് പറയുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. അവരുടെ മനസ്സമാധാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു നോ പിന്നീട് അവർക്കൊരു കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് മാറില്ല. പലരും ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്ന സ്വഭാവം കാണും. ഇത്തരക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഉണ്ടാവില്ല. അവർക്കറിയാം എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ സ്വന്തം എനർജി മുഴുവൻ നഷ്ടപ്പെട്ട് നമ്മളെ തിരിഞ്ഞു നോക്കാൻ ഒരാൾ ഇല്ലാതായി പോകുന്നുള്ള ഒരവസ്ഥ. അവരവരുടെ സമയത്തെയും അവരുടെ എനർജിയെയും അവരുടെ മാനസികമായിട്ടുള്ള സന്തോഷവും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഓൾവൈസ് പ്രൊട്ടക്റ്റ് യുവർ എനർജി. മൂന്നാമതായിട്ട് അവരെ വെച്ച് ആരെയും കമ്പയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് ലവ് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു ഫാസ്റ്റസ്റ്റ് വേ ആണ് ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. മറ്റൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാനോ സ്വയം സ്നേഹിക്കാനോ സാധിക്കില്ല. മനസ്സിലാക്കുക, ഈ ലോകത്ത് നമ്മളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് വേറൊരു വ്യക്തിക്ക് മാറാനോ വേറൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനോ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് എങ്ങനെ കൂടുതൽ ബെറ്റർ ആവാമെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് മാറാൻ ശ്രമിക്കുക. അത് മാത്രം മതി. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഒരാളോട് മാത്രമാണ്, അത് നിങ്ങളാണ്. ഇന്നലത്തെ നിങ്ങളെക്കാൾ എത്ര മുന്നിലാണ് ഇന്നത്തെ നിങ്ങൾ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നാലാമത്തെ ഹാബിറ്റ് എന്താണെന്ന് പറയട്ടെ. അവരവരുടെ സ്വസ്ഥതയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. സ്വസ്ഥത എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുമുള്ള സ്വസ്ഥതയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും. ആവശ്യത്തിന് അവർ ഉറങ്ങും, അവർക്ക് ആഗ്രഹമുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കും,
അതുപോലെ അവർക്ക് ടയേർഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. അവരുടെ മനസ്സിനെയും ശരീരത്തെയും കൃത്യമായിട്ട് അവരുടെ കയ്യിൽ നിർത്തും എന്നുള്ളതാണ്. അതായത് വേണ്ട എക്സർസൈസുകൾ കൊടുക്കുക, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ. ശരീരത്തിന് മാത്രം എക്സർസൈസ് കൊടുക്കുകയും മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സർസൈസ് ചെയ്യുന്ന കാര്യം നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെയുള്ള എക്സർസൈസുകൾ അവർ കൊടുക്കാറുണ്ട്. കാരണം അവർക്കറിയാം ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വേറൊരാളും വന്നിട്ട് നമ്മുടെ ശരീരത്തെയോ നമ്മുടെ മനസ്സിനെയോ കൺട്രോൾ ചെയ്യുകയോ അതിനെ ഹെൽത്തി ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യില്ല. അത് നമ്മൾ മാത്രം ചെയ്യേണ്ട നമ്മളുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അഞ്ചാമത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് അവരോട് ക്ഷമിക്കും എന്നുള്ളതാണ്. പല ആളുകളും ലൈഫിൽ എപ്പോഴോ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു റിഗ്രറ്റ്, അതിൻ്റെ ഒരു പശ്ചാത്താപം, അതിൻ്റെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ കൊണ്ട് നടക്കാറുണ്ട്. വർഷങ്ങളോളം കൊണ്ടു നടക്കുന്ന ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് പിന്നീട് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് അവരെ തടുക്കുകയും ചെയ്യും. അവരുടെ പാസ്റ്റിൽ നടന്ന തെറ്റുകൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ആലോചിച്ച് അവർ വീണ്ടും വേദനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വയം സ്നേഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പാസ്റ്റിനെ നമുക്കൊരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. പാസ്റ്റിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവർ ഏൽക്കും. അതുമാത്രമല്ല, അതിൽ നിന്നുള്ള ലെസൺ, ആ ഒരു പാഠം പിന്നീട് അവർ മറക്കില്ല. പക്ഷേ അവർ മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ആ ഒരു തെറ്റിൽ, ആ ഒരു മിസ്റ്റേക്കിൽ സ്റ്റക്കായി അവരുടെ ജീവിതം അവർ നശിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. ആറാമതായിട്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും എന്നറിയാമോ? അവർ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്ന ആൾക്കാരായിരിക്കും. കൂടുതൽ ആളുകളും വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ആഘോഷിക്കും. അതായത് ഒരു പ്രൊമോഷൻ, ഒരു പുതിയ വീട്, ഒരു വലിയ സക്സസ്, ഇതൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, സ്വയം സന്തോഷിക്കുന്ന, സ്വയം സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. വളരെ മടിയുള്ളൊരു ദിവസം വളരെ നേരത്തെ എഴുന്നേൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു അച്ചീവ്മെൻ്റ് ആണ്. അവരത് ആഘോഷിക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ. ഓക്കെ, എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ, അവർക്ക് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്താൽ അവരത് ആഘോഷിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചാൽ, പുതിയൊരു ഹാബിറ്റ് തുടങ്ങിയിട്ട് അത് ചെയ്യാൻ സാധിച്ചാൽ അവരത് ആഘോഷിക്കും. അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട സന്തോഷം കണ്ടെത്താനായിട്ട്. അവരുടെ ജീവിതത്തിലെ ഓരോ ചെറിയ സ്റ്റെപ്സും അവർ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരെപ്പോഴും ഹാപ്പി ആയിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ പ്ലസൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഓരോ ചെറിയ പ്രോഗ്രസ്സും തിരിച്ചറിയാൻ തുടങ്ങുന്നത്, ആ ഒരു സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ വരും. ഇതുതന്നെയാണ് ആ ഒരു സന്തോഷത്തിൻ്റെ കീ എന്ന് പറയുന്നത്. ഏഴാമതായിട്ട് അവരുടെ ഒരു ഹാബിറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പുകൾ മാത്രമേ അവർ ചൂസ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. അവരൊരിക്കലും ആളുകളുടെ പുറകെ നടന്ന് എന്നെ സ്നേഹിക്കൂ, എന്നെ റെസ്പെക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിൽക്കാറില്ല. അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളെ അധികം ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കാറുമില്ല. എൻറ്റയർലി അവരുമായിട്ടൊരു ശത്രുത ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഇവർ വച്ചിരിക്കും. കാരണം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾ അവനവനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇവർ കൊടുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അവർക്കറിയുന്നൊരു കാര്യമുണ്ട്, എത്ര ആളുകൾ അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താലും, അവരെ വാല്യൂ കൊടുക്കുന്നില്ല എന്നൊക്കെ തോന്നിപ്പിച്ചാലും, ഇതൊന്നുമല്ല അവരുടെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു കാര്യം. ചുറ്റുമുള്ള ആളുകളുടെ പെരുമാറ്റമല്ല, എൻ്റെ വാല്യൂ ഞാനാണ് തീരുമാനിക്കുക എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്ക് എപ്പോഴും ഉണ്ടാവും. മറ്റൊരാൾ നിങ്ങളുടെ വാല്യൂ കാണുന്നില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് വാല്യൂ ഇല്ല എന്ന അർത്ഥമില്ലല്ലോ. അതുപോലെ തന്നെ വെറുതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തരക്കാർ റെഡി ആയിരിക്കുകയില്ല. അവർക്ക് വാല്യൂഡ് ആണ് എന്ന് തോന്നുന്ന റിലേഷൻഷിപ്പുകളിൽ മാത്രമേ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അവരുടെ സമാധാനം കളയുന്ന, അവരുടെ ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന ഒരു റിലേഷൻഷിപ്പുകളും ഇവർ കൂടുതൽ എൻകറേജ് ചെയ്യില്ല. എട്ടാമതായിട്ട് അവർ ചെയ്യുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അവരുമായിട്ട് മാത്രം. കൂടുതൽ ആളുകൾക്കും ഒറ്റയ്ക്കിരിക്കാനും ഒറ്റപ്പെട്ട് പോകുമെന്നൊക്കെയുള്ള പേടികളാണ്. പക്ഷേ ഒറ്റയ്ക്കുള്ള സമയം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരക്കാർ. കാരണം ഇവർ കൂടെ ഉള്ളപ്പോൾ തന്നെ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവരും ചുറ്റിനും വേണ്ട ഇവരെ സന്തോഷിപ്പിക്കാൻ. ഭാഗ്യവശാൽ ഞാനും അങ്ങനെ ഒരാൾ തന്നെയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളെടുത്ത് ഞാൻ ബിൽഡ് ചെയ്തൊരു കാര്യമാണ്. ഒരിക്കലും ഒരു ഓവർനൈറ്റിൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഹാബിറ്റുകൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നതിലൂടെയാണ് സെൽഫ് ലവ് വളർന്ന് വരുന്നത്. നമ്മളോട് സംസാരിക്കുന്നതിലൂടെയും നമ്മളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെയും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളിലൂടെയും ഒക്കെയാണ് നമ്മളുടെ ഒരു സെൽഫ് ലവ് ഹാബിറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരിക. അതുകൊണ്ട് തന്നെ
ഒരു ഹാബിറ്റ് ഇന്ന് തന്നെ തുടങ്ങുക. ഒരിക്കലും അടുത്ത ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തേക്കോ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഏറ്റവും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. കാരണം നിങ്ങൾ ജനിച്ച സമയം തൊട്ട് നിങ്ങളുടെ മരണം വരെ ഏറ്റവും ലോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങളുമായിട്ടുള്ളതാണ്. അതൊരു ഹെൽത്തിയർ വണ്ണാക്കി മാറ്റുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.